ഉണ്ണീശോയുടെ രൂപം നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഉണ്ണിമേരിയുടെ രൂപം നമുക്ക് അത്രയും പരിചിതമല്ല. ഇറ്റാലിയൻ ഭാഷയിൽ മരിയ ബംബീന എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. മരിയ ബംബീന എന്ന് പറഞ്ഞാൽ ശിശുവായ മറിയം എന്നാണ് അർത്ഥം. വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ, വിശുദ്ധ പാദ്രെ പിയോ തുടങ്ങി നിരവധി വിശുദ്ധർ ഈ രൂപത്തിന്റെ ഭക്തിയുടെ പ്രചാരകരാണ്. ഇറ്റലിയിലെ തോതിയിലുള്ള ക്ലാര മഠത്തിലെ സുപ്പീരിയർ സിസ്റ്റർ ഇസബെല്ല എന്ന കന്യാസ്ത്രീയാണ് 1735 മരിയ ബംബീനയുടെ മെഴുകുരൂപം ആദ്യമായി ഉണ്ടാക്കിയത്. 16-ാം നൂറ്റാണ്ടിലെ കൗണ്ടർ റിഫോർമേഷൻ സമയത്ത് ഈശോയുടെയും ഉണ്ണിമേരിയുടെയും മെഴുകു പ്രതിമകളോടുള്ള വണക്കം യൂറോപ്പിൽ വ്യാപകമായിരുന്നു. 1738 അൽബേരിക്കോ സിമേനോത്തോ മെത്രാൻ മരിയ ബംബീനയുടെ മെഴുകു പ്രതിമ സ്വദേശമായ മിലാനിലേക്ക് കൊണ്ടുവന്നു. മെത്രാന്റെ മരണശേഷം വിശുദ്ധ മരിയ ദെല്ലി ആശ്രമത്തിലെ കപ്പൂച്ചിൻ സിസ്റ്റേഴ്സിന് മരിയ ബംബീനയുടെ രൂപം കൈവശം വയ്ക്കാൻ മെത്രാന്റെ സഹോദരൻ അനുവാദം നൽകി. അങ്ങനെ ഈ കപ്പൂച്ചിൻ സന്യാസിമാർ ഉണ്ണിമേരിയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. 1842 ചിച്ചേറി ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ മദർ സുപ്പീരിയർ തെരേസ ബോസിയോയ്ക്ക് നൽകി. 1876 ഏപ്രിൽ 24-ാം തീയതി ഉണ്ണിമേരിയുടെ മെഴുകു പ്രതിമ ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ മദർ ഹൗസിൽ കൊണ്ടുവന്നു. ഈ സമയം മരിയ ബംബീനയോടുള്ള ഭക്തി ചാരിറ്റി സഭയിലെ സിസ്റ്റേഴ്സിനും നോവിസസിനും പരിമിതപ്പെടുത്തിയിരുന്നു. നവസന്യാസ ഭവനത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന ഈ തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8 തുടങ്ങി തുടർന്നു വരുന്ന 8 ദിവസങ്ങൾ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. സിസ്റ്റർ ജൂസപ്പ എന്ന ചാരിറ്റി സിസ്റ്റർ തളർവാദ നിമിത്തം കിടപ്പിലായിരുന്നു. സെപ്റ്റംബർ 8-ാം തീയതി സിസ്റ്റർ ജൂസപ്പ മദർ ജനറലിനോട് മരിയ ബംബീനയുടെ തിരുസ്വരൂപം ഒരു രാത്രി താൻ കിടക്കുന്ന മുറിയിൽ കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചു. അടുത്ത പ്രഭാതത്തിൽ രോഗിയായി കിടന്ന സിസ്റ്ററിന്റെ മുറിയിൽ രൂപം കൊണ്ടുപോകാൻ മദർ അനുവാദം നൽകി. വലിയ വിശ്വാസത്തോടെ ഉണ്ണിമേരിയുടെ രൂപം കൈകളിലെടുത്ത് സൗഖ്യത്തിനായി അവൾ കേണപേക്ഷിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നവസന്യാസിനിക്ക് പെടുന്നനെ രോഗസൗഖ്യം ലഭിച്ചു. ഈ അത്ഭുതത്തിന് ശേഷം ഉണ്ണിമേരിയുടെ രൂപം മദർ ജനറലിന്റെ മുറിയിൽ സൂക്ഷിച്ചു പോന്നു.